ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. വെൽക്കം ടു ന്യൂ എപ്പിസോഡ് നിഷൂസ് വെൽ. ഞങ്ങളിപ്പോൾ ഉള്ളത് വഫ്രയിലുള്ള ഒരു ഫാമിലാണ്, റിബാനി ഫാം. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇതാണ് കൃബാനി ഫാം ഹൗസിലെ മെയിൻ കിച്ചൺ. ഒരു യൂറോപ്യൻ സ്റ്റൈലിൽ ഓപ്പൺ കിച്ചണായിട്ടാണ് അവരിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളി കബോർഡുകളും അതുപോലെ തന്നെ നിരവധി ആൻറ്റിക്യൂ ഐറ്റംസും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇവിടെ വരുന്ന ഗസ്റ്റുകളെ വരവേൽക്കാൻ നല്ല ഈജിപ്ഷ്യൻ സ്റ്റൈലിലുള്ള സോഫയും അതുപോലെ തന്നെ ഒരു ബ്രിട്ടീഷ് ചെയറും ഉണ്ട്. ടി വി അവർ സെറ്റ് ചെയ്യുന്നത് തന്നെ നല്ല അടിപൊളിയായിട്ടാണ്. തണുപ്പ് കാലത്ത് ചൂട് കായാനായിട്ടുള്ള ക്രമീകരണമുണ്ട്. പിന്നെ ഒരു ആൻറ്റിക് ടൈപ്പിലുള്ള ഒരു റേഡിയോ, പിന്നെ നല്ല ചിത്രപ്പണികൾ നിറഞ്ഞ അടിപൊളി ഒരു കിച്ചനാണിത്. അതുപോലെ തന്നെ നമ്മുടെ പഴയ കോയിനിട്ട് വിളിക്കുന്ന ഒരു സെൽഫോണും കുറച്ച് പെർഫ്യൂംസും ഉണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട്. ഞാനിവിടെ വന്ന് കണ്ടപ്പോഴാണ് ഇതിൻ്റെ ഇത്രയും മനോഹാരിത എനിക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ചത്. ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഇത്ര കാര്യമായിട്ടൊന്നുമില്ല. ഇവരങ്ങനെ ഓപ്പണായിട്ട് കൊടുക്കുന്ന ഒരു ഫാം അല്ലിത്. ഇവരുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പക്ഷെ നല്ല രസമാണ്. ഞാൻ ഒരു ഡോക്ടറാന്നുള്ള രീതിയിലാണ് ഇവരെന്നോട് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടം സ്വർഗമാണ്. അതെ, ശരിക്കും ഈ മുന്തിരിത്തോട്ടങ്ങൾ ഒരു സ്വർഗം തന്നെയാണ്. വന്നിരുന്ന ഗസ്റ്റുകൾക്ക് സൊറ പറഞ്ഞിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം. ചുറ്റും വാഴത്തോപ്പുകളും നിരവധി മരങ്ങളും ചെടികളും നമ്മുടെ കണ്ണിന് നല്ല കുളിർമ നൽകുന്നതിന്. മുന്തിരിത്തോട്ടങ്ങൾക്ക് ചുറ്റുമായി നിരവധി മരങ്ങളാണ് അവർ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അതിൽ അത്തിമരമുണ്ട്, ഓറഞ്ച്, മൊസമ്പി, നാരകം, നമ്മുടെ നിരവധി തരത്തിലുള്ള വാഴകൃഷി എല്ലാം തന്നെ അവരിവിടെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. നല്ലൊരു ഫീലിങ്സാണ് ഇവിടെ വന്ന് കഴിയുമ്പോൾ. നിരവധി തടാകങ്ങളും ചെറുത പോണ്ടുകളും എല്ലാമുണ്ട്. നിരവധി പക്ഷികളും അതുപോലെ തന്നെ അരയന്നങ്ങളും ഡക്കുകളും എല്ലാമുണ്ട്. ഈ ലോകത്തിലെ പലതരത്തിലുള്ള പക്ഷികളെ എനിക്കിവിടെ കാണാൻ സാധിച്ചു. ഞാൻ ഇത്രയും ഒന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. നമ്മൾ ക്യാമറയായിട്ട് വരുമ്പോൾ ഇവയെല്ലാം തന്നെ ഓടി ഒളിക്കുകയാണ്.
കുട്ടികൾ ശരിക്കും അവർ എൻജോയ് ചെയ്തു. നല്ലൊരു കിളിനാദവും ആ ഒരു അറ്റ്മോസ്ഫിയർ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഞാൻ ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ള നിരവധി പക്ഷികളെ എനിക്കിവിടെ കാണാൻ സാധിച്ചു. ഞാൻ മനസ്സ് നിറഞ്ഞാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. നല്ല രസമാണ്, അടിപൊളിയാണ്. നമുക്കിവിടെ സെർവ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ കുറേ ബേഡ്സുകളുണ്ട് ഇവിടെ. കാണും എത്ര രസമാണ് നിങ്ങളെ കാണാൻ. അടിപൊളി ഒരു ഫീലിങ്സ് ആണ് കേട്ടോ. പ്രതീതിയാണ് ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ. വനങ്ങളിൽ എങ്ങനെയാണോ കിളികൾ അല്ലെ പക്ഷികൾ ഇവിടെ വസിക്കുന്നത്, അതേ ഒരു ഫീലിങ്സാണ് ഇവിടെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഈ മരുഭൂമിയിലെ ചൂടിന് അവരെ പ്രതിരോധിക്കാൻ വേണ്ടി നല്ലൊരു ഗ്രീൻ ഹൗസ് തന്നെ അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു ദിവാനിയാണ്. അപ്പോൾ വിസിറ്റേഴ്സ് വന്നാൽ അവർക്ക് ചായ സൽക്കാരം നടത്താനുള്ള ഒരു അടിപൊളി ഒരു അറേഞ്ച്മെൻറ്റ്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്.
ഈ ഫാം ഹൗസിൻ്റെ ഉള്ളിലായി കുട്ടികൾക്ക് കളിക്കാനായിട്ട് ചെറിയൊരു പ്ലേ ഏരിയയും അതുപോലെ തന്നെ ഗസ്റ്റുകൾക്ക് താമസിക്കാൻ ഒരു സ്റ്റേക്കേഷനും ഉണ്ട്. റെസ്റ്റ് റൂം വേണ്ടവർക്ക് ഇതിനെ ബാക്ക് സൈഡിലായിട്ടും ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാം തന്നെ വെൽ ക്ലീൻ ആൻഡ് മെയിൻറ്റെയിൻ ആണ്. ഈ ബേർഡ് റിസർവിൻ്റെ മറ്റൊരു ഭാഗത്തായിട്ട് ആർട്ടിഫിഷ്യലായി അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ വാട്ടർ ഫൗണ്ടേഷനുണ്ട്. അപ്പോൾ അതിന് സമീപത്തായി നിരവധി കേജുകളിൽ പല വെറൈറ്റി ആയിട്ടുള്ള ചെറു പക്ഷികളും പിന്നെ അടിപൊളി ഒരു പീക്കോക്കുമുണ്ട്. നല്ല രസമാണ് ഇവയെല്ലാം കാണാൻ. അപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ നാട്ടിലുള്ള പലതരം വൃക്ഷങ്ങൾ ഇവിടെയുണ്ട്. നോക്കൂ എത്ര മനോഹരമായിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്രീൻ ഹൗസൊക്കെ വെച്ച് ചൂടിനെ പ്രതിരോധിച്ച് നല്ല തണുപ്പാണ് ഇന്നത്തെ എനിക്കത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനലിൻ്റെ പേര് നിഷൂസ് വാത്ത്. അപ്പോൾ മോർ എക്സൈറ്റിംഗ് വീഡിയോസായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.